അള്ളാഹുവിനെ പരിചയപ്പെടുന്നത് നിങ്ങൾ നോക്ക്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്താണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല തന്നെ. എന്താണത്? ഏതാണ് ഈ അല്ലാഹു? അൽ ഹയ്യു, ജീവനുള്ള അല്ലാഹു, നിത്യജീവനുള്ളവനായ അല്ലാഹു, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. അതെ, ആരാധിക്കപ്പെടുന്ന വ്യക്തി അഥവാ ആരാധിക്കപ്പെടുന്ന ശക്തി, ആരാധിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ കഴിയണമെങ്കിൽ ആ ആരാധ്യ വസ്തുവിന് ജീവനുണ്ടായിരിക്കണം. അങ്ങനെ നിത്യജീവനുള്ള ഒരു ശക്തി ലോകത്തിലുണ്ടെങ്കിൽ അല്ലാഹു മാത്രമാണ് അൽ ഹൈ. അതേ പ്രകാരം ആരാധിക്കുന്നവർ ഈ ആരാധന കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവന്റെ രക്ഷ, അപകടത്തിൽ നിന്നുള്ള രക്ഷ, ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, അവന്റെ ജീവിതത്തിന് ശോഭനമായ ഒരു ഭാവി, പരലോകത്ത് ശോഭനമായ ഒരു ജീവിതം, ഇതെല്ലാം അവൻ ഈ ആരാധന കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള നേട്ടങ്ങളെ നേടിക്കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തി, ഈ ലോകത്തിന്റെ അധികാരം, ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏതൊരു കയ്യിലാണോ ആ ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അൽ ഖയ്യൂം, ജഗന്നിയന്താവ്, ലോകത്തിനെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗം മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. ഇതെല്ലാം നടത്തിയാൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് തരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ വസ്തുവിന്റെയും ഉടമസ്ഥാവകാശമുള്ള ഒരു ശക്തിയോട് ചോദിക്കണം. അങ്ങനത്തെ ഒരു ശക്തി സർവശക്തനായ അള്ളാഹു മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അപ്പോ അൽ ഖയ്യൂം. അതേ പ്രകാരം തന്നെ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, ലാ തഖുദുഹു സിന, അവന് തൂക്കിയുറക്കം ബാധിക്കുകയില്ല, അഥവാ ആലസ്യം. വലാ നൗമുൻ, അതേ പ്രകാരം തന്നെ ഉറക്കവും ആ ശക്തിയെ ബാധിക്കുകയില്ല, ആ റബ്ബിനെ ബാധിക്കുകയില്ല. കാരണം എന്താണെന്നറിയോ? തൂങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് അങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെക്കുക, പലപ്പോഴും നിങ്ങൾ പറയുന്നതല്ല അവൻ കേൾക്കുക. മനസ്സിലായോ? ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് സിനത്ത് എന്ന് പറയാ. അതിപ്പോ ചിലപ്പോ കേൾക്കും, പകുതിയെ കേൾക്കുള്ളൂ, പകുതി കേൾക്കൂല. പണ്ട് സ്ത്രീ പറഞ്ഞ ഓർക്കുന്നില്ല നിങ്ങൾ? ഒരു ദിവസം വയല് കഴിഞ്ഞ് വന്ന് പുരയിൽ വന്നിട്ട് പിറ്റേ ദിവസം ഭർത്താവ് അങ്ങാടി പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒതു എടുത്ത് നിൽക്കുകയാണ്. എടി പെണ്ണെ, ഇതെന്നെടുത്ത് അങ്ങോട്ട് വെച്ചാ അത് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റൂല, അത് തൊട്ടാ ഒതു മുറിഞ്ഞു. ഒതു മുറിയേ? ആ അന്നേരം മൊലിയാര് വയല് പറഞ്ഞ പെങ്ങൾ കേട്ടില്ലേ, ചന്തസാമാനം തൊട്ടാ ഒതു മുറിയുന്ന് പറഞ്ഞ്. മൊലിയാര് വയല് പറഞ്ഞെന്താ, ശംഖസ്ഥാനം തൊട്ടാ ഒതു മുറിയുന്ന. മൂപ്പത്തി തൂക്കിയവർക്ക് കേട്ടത് ചന്തസാമാനം തൊട്ടാ ഒതു മുറിയുന്ന. ഈ തൂങ്ങി ഉറങ്ങുള്ള സമയത്ത്, ആലസ്യമുള്ള സമയത്ത് കേൾക്കുന്നത് ചിലപ്പോൾ പകുതിയായിരിക്കും. ചൂടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂടി എന്ന് കേൾക്കും. അങ്ങനെ പല വിധത്തിലും മാറിക്കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആലസ്യമുള്ള ഒരു ശക്തിയോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചതല്ല തരിക, പറഞ്ഞതല്ല കേൾക്കുക. എന്നാ പടച്ചോൻ അതില്ല. ഉറക്കമുണ്ടായാലോ കേൾക്കുക തന്നെയില്ല, അതും അല്ലാഹുവിനില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വവും അല്ലാഹുവിനുള്ളതാണ്. പിന്നെ ബഹുദൈവ ആരാധകന്മാർക്ക് ചെറിയൊരു ന്യായം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഞങ്ങള്
ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിനെ സംരക്ഷിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിന് പരിപാലിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഈ ലാത്തന്റെയും ഉസ്സന്റെയും മനാത്തന്റെയും മുമ്പിലൊക്കെ അല്ലാഹു അല്ലാത്ത ശക്തികളുടെ മുമ്പിൽ എന്തിനാണ് നിങ്ങൾ ഈ ആരാധനകൾ അർപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങള് അല്ലാഹു അല്ലാത്ത ഈ ആളുകളുടെ മുമ്പില് ഈ ആരാധനകൾ അർപ്പിക്കാൻ കാരണം ഇവരൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അതുകൊണ്ടാണ്. അതിന് അല്ലാഹു മറുപടി അറിയാണ്. ആരാണ്ടോ അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹിനെ ഇതിനു കൂടാതെ ശുപാർശ അറിയാൻ വരുന്നത്? നിങ്ങൾ ആ വിചാരിച്ച ശുപാർശക്കാരനല്ല അല്ലാഹു. നിങ്ങൾ സാധാരണ ശുപാർശക്കാരുണ്ടല്ലോ, അവർക്ക് ശുപാർശ പറയാൻ വളരെ സൗകര്യ. കാരണം മുതലാളിന്റെ അടുത്ത് വന്ന് ശുപാർശ അറിയാം. മുതലാളി, ഈ വന്ന മമ്മദ് ഓനെ മുതലാളിക്ക് അറിയോന്നറിയില്ല. ഇല്ല, ഞാൻ അറിയില്ല. എവിടെയാണ് അവൻ? ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്നവനാണ്, വളരെ കാലമായി എനിക്ക് പരിചയമുണ്ട്, യാതൊരു കുഴപ്പമില്ലാത്ത ആളാണ്. അപ്പൊ എന്താ ആവശ്യം? ഓന്റെ മകളൊരു കല്യാണം ഉണ്ട്, ഒരു 10,000 റുപ്യ കടം കൊടുക്കണം. എടാ, ഞാനിവൻ അറിയില്ലല്ലോ. ഞാൻ അറിയും, ഓൻ തന്നിട്ടില്ല, ഞാൻ തരും. വളരെ വിശ്വസ്തനാണ്. എന്നാ മുതലാളി ഈ കാര്യസ്ഥന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കൊടുക്കും. ഈ വന്നവൻ യഥാർത്ഥ കള്ളനാണെങ്കിലും ശരി, ചിലപ്പം മുതലാളി ഈ കാര്യസ്ഥന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കൊടുക്കും. എന്നാല് പടച്ചോൻ ആ ജാതി ശുപാർശക്കാരാവശ്യമല്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ മുമ്പിലുള്ളതിനെയും പിമ്പിലുള്ളതിനെയും അറിയുന്നവനാണ്, അവരുടെ ഭൂതത്തെയും ഭാവിയെയും അറിയുന്നവനാണ് സർവശക്തനായ അല്ലാഹു. ആ റബ്ബിന്റെ അടുക്കല് എന്തെങ്കിലും വിധത്തില് ശുപാർശ പറഞ്ഞ് കാര്യങ്ങൾ ഒപ്പിക്കാൻ സാധ്യമല്ല. ഭൗതിക ശക്തികളുടെ മുമ്പില്, ഭൗതിക നേതാക്കന്മാരുടെ മുമ്പില് നിങ്ങൾ ശുപാർശ പറയുന്ന പോലെ ശുപാർശ പറയാൻ പടച്ചവനെടുത്ത് കഴിയില്ല. ആ ധാരണയും വേണ്ട. അപ്പോഴേ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ സ്ഥിതി. ഭാവിയും ഭൂതവും കൃത്യമായി അറിയുന്നവൻ, ഉള്ളും പുറവും വ്യക്തമായി അറിയുന്നവൻ, അങ്ങനത്തെ റബ്ബിന്റെ അടുക്കൽ പോയിട്ട് എന്തെന്നാ നീ ശുപാർശ പറയാ? പടച്ചോനെ, നിനക്ക് ഇയാളെ പരിചയമില്ലെങ്കിൽ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്നോ? സലായി, അവൻ തന്നില്ലെങ്കിൽ ഞാൻ തരുമെന്നോ? എന്തെന്നാ ശുപാർശ പറയാ? അതാണല്ലോ പറഞ്ഞത്. അവരുടെ മുൻപിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും പടച്ച തമ്പുരാൻ വ്യക്തമായി അറിയുന്നവനാണ്. അങ്ങനത്തെ ഒരു ശക്തിയെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അവരാരും തന്നെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന്, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവരറിയുകയില്ല. നിങ്ങൾ മഹാന്മാരെന്ന് പറയുന്ന വ്യക്തികൾ പോലും, നിങ്ങൾ നേതാക്കന്മാരെന്ന് പറയുന്ന വ്യക്തികൾ പോലും, നിങ്ങൾ സർവജ്ഞനെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾ ശക്തികൾ പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ വേറൊരു ന്യായം എന്താണെന്നറിയോ? പടച്ചോന് വലിയ പടച്ചോൻ തന്നെ. പിന്നെ സാധാരണ ഈ പ്രസിഡന്റ് സ്റ്റേറ്റുകളിൽ ഗവർണർമാരെ നിയമിക്കുന്ന പോലെ, ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചപ്പോൾ ജോർജ് ചക്രവർത്തി വൈസ്രോയിയെ നിയമിച്ച് ഇന്ത്യ ഭരിച്ച പോലെ, പടച്ച തമ്പുരാനാകുന്ന മഹാനായ ഈ ചക്രവർത്തിക്ക് ഈ നാട് മുഴുവൻ നോക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഓരോ പ്രദേശത്തേക്ക് ചില ഗവർണർമാരെ നിശ്ചയിക്കുന്ന പോലെ ചില ആളുകളെ നിശ്ചയിച്ചിട്ട് ചില അധികാരവും കൊടുത്തിരിക്കുന്നു. പടച്ചവന് ബുദ്ധിമുട്ടായതുകൊണ്ടേ. അതിനാണ് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ അല്ലാഹനെ മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് പറ്റിയ അമളിയാണ്. നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇപ്പൊ തന്നെയാട്ടോ. ഓരോ പ്രദേശത്തേക്ക് ഓരോ ഖബർ, ഓരോ ഔലിയ, ഓരോ കാര്യത്തിന് ഓരോ ഔലിയ. ഇതുപോലത്തെ ഒരു വിശ്വാസം അന്നുണ്ടായിരുന്നു. അതിന് അല്ലാഹു മറുപടി പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഒന്നുമല്ല. വലാ യൗദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. വലാ യൗദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളെയും ഭൂമികളെയും സംരക്ഷിക്കുക, കാക്കുക എന്നുള്ളത് അല്ലാഹുവിനൊരു പ്രയാസമുള്ള കാര്യമേ അല്ല.
വഹുവൽ അലിയുൽ അലീം. റഹ്മാനായ റബ്ബ് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഉന്നതനാണ്, മഹാനാണ്. നിങ്ങൾ ആ റബ്ബിനെ മനസ്സിലാക്കുക, റബ്ബിനെ പഠിക്കുക, പരിചയപ്പെടുക. എങ്കിൽ നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസം വരികയില്ല. സ്നേഹിതന്മാരെ, ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായ നമ്മളിലാണ് ഇന്ന് ഇതിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസമുള്ളത്, അല്ലേ? ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെട്ടു നോക്കൂ. അള്ളാഹു തആല പരിചയപ്പെടുത്തുന്ന പോലെ അള്ളാഹുവിനെ പരിചയപ്പെട്ടാൽ, അള്ളാഹുവിനെ പഠിച്ചാൽ, അള്ളാഹുവിനെ അഖീദ മനസ്സിലാക്കിയാൽ നമുക്ക് അപകടമുണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് നേരെ തിരിച്ചാണ്. ഇടക്കാലത്ത് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തില് ശിർക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ശക്തി വളരെയേറെ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പേരുകൾ മാറുന്നു എന്നല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി മക്കാവിൽ നിയോഗിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന അതേ പ്രകാരമുള്ള ശിർക്കുകൾ ഇന്ന് ആ മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ വേദഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ വെച്ച് പുലർത്തുന്നു എന്നത് എന്തുമാത്രം സങ്കടകരമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ അറിവ്, അദൃശ്യ കാര്യങ്ങളിൽ അള്ളാഹുവിന് മാത്രമേ അറിവുള്ളൂ എന്ന സത്യം, അത് അംഗീകരിക്കാൻ ഇന്ന് ആളുകൾ സമ്മതിക്കുന്നില്ല. ഇത് പലർക്കും അംഗീകരിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന്, പ്രാർത്ഥന അതാണ് ആരാധന എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ മഹീദി മൗലൂദ് എടുത്തു നോക്കി. അന്താത്തുക്കല്ലാത്തുക്കിയായി അന്താസ്ഫല്ലസ്ഫിയായി സിർതാതാജല്ലൗലിയായി ആതീന ഫത്ഹം മുബീന. മഹീദ്ദീൻ ശൈഖിനോട് പറയാണ്, അന്ത അത്ഖല്ലത്ഖിയായി, മഹീദ്ദീൻ ശൈഖേ അങ്ങ് പക്വതരിൽ ഭക്തരാണ്. അന്ത അസ്ഫൽ അസ്ഫിയായി, മഹീദ്ദീൻ ശൈഖേ അങ്ങ് ശുദ്ധനാണ്. സിർത താജൽ ഔലിയായി, ശൈഖ് അവർകളെ അങ്ങ് ഔലിയാക്കന്മാരുടെ പൊന്മുടിയാണ്. ആതീനാ ഫത്ഹം മുബീന, ഞങ്ങൾക്ക് വ്യക്തമായി വിജയം തരണമേ. നോക്കി നിങ്ങള്, നമ്മുടെ വിശ്വാസം കാട് കയറിയത് എവിടേക്കാണ് നോക്കി. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഹയ്യിദ്ദീൻ ശൈഖിനോട്. നിങ്ങളുടെ ശ്രദ്ധ ഈ സമയത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അബൂജഹൽ കഅബത്തിന്റെ ഖില്ല പിടിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് എവർക്കും ഓർമ്മയുണ്ടാകും. എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയങ്ങള്? ഇറയോനെ ഹാദൽ ബൈത്തുടനായനെ ഹക്കോട് ബാത്തിലി രണ്ടിൻ ഇടയിൽ പീരി തരുളിട് നീ ഇന്ദദിനന്ദനിലെ നമതിരുഭാഗം നീക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവർ ആരുനൈക്കറിയാം ഇവർകളെ ഇടയിൽ പീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ. ആരാണ് പറയുന്നറിയോ? സാക്ഷാൽ അബൂജഹൽ. പടച്ചോനെ, ഞങ്ങൾ ഇന്ന് രണ്ട് ഭാഗം നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ ഒരു ഭാഗം സത്യത്തിന്റെ ആൾക്കാരാണ്, മറുഭാഗം അസത്യത്തിന്റെ ആൾക്കാരുമാണ്. ഈ രണ്ട് ഭാഗത്തിന്റെ ഇടയിൽ സത്യത്തിന്റെ ആൾക്കാർക്ക് നീ വിജയം നൽകേണമേ ദൈവമേ, അഥവാ കഅബത്തിന്റെ നായകനായ റബ്ബേ, പടച്ചവനെ. ആരാധന ആർക്കെന്നറിയോ? അബൂജഹൽ. അപ്പോഴ് വിജയവും പരാജയവും നൽകുന്നത് പടച്ച തമ്പുരാനാണെന്ന് മുഹമ്മദ് നബിയുടെയും ലോകവിശ്വാസികളുടെ മുഴുവനും ജന്മശത്രുവാകുന്ന ഏറ്റവും വലിയ ബദ്ധവരിയായിരുന്ന അബൂജഹൽ വിശ്വസിച്ചിരുന്നു.
പരാജയവും വിജയവും കൊടുക്കുന്നത് അള്ളാഹു ആണ്. എന്നാ നമ്മൾ അതിനേക്കാൾ തരം താഴ്ന്നു പോയോ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽപ്പെട്ട ആളുകൾ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവர்களോടാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല ഒരു തെറ്റും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം നല്ലവനായിരുന്നു. പക്ഷേ പിൽക്കാലത്തിലുള്ള ആളുകൾ അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികേടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നാം ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് എവിടെയാണ് വീഴുന്നത് എന്നുള്ള കാര്യം അതിനപ്പുറമാണോ എന്നത് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, وَإِذَا رَكِبُوا فِي الْفُلْكِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ إِذَا هُمْ يُشْرِكُونَ. അവർ കപ്പലിൽ കയറി കപ്പലിന് കോള് പിടിച്ചാൽ അള്ളാഹിനോട് ദ്വാരക്കും, പടച്ചോനെ നിനക്കല്ലാതെ രക്ഷിക്കാൻ കഴിയില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷിക്കണം റബ്ബേ എന്ന് ദ്വാരക്കും. എന്നിട്ടോ നിന്നോട് മാത്രം മുഴുവൻ ആരാധനയുടെ ഭാഗങ്ങളും തിരിച്ച് അള്ളാഹുവിലേക്ക് നിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ ഇദാഹും യുശ്രികൂൻ, അപ്പോഴവര് ശിർക്ക് വെക്കും, ലാത്തനെ വിളിക്കും, ഉസ്സനെ വിളിക്കും, മനാത്തനെ വിളിക്കും. ഇതാണല്ലോ ഇക്രിമത്ത് മുസ്ലിം ആവാനുള്ള പ്രധാന കാരണം. മക്കം ഫതഹിന്റെ ദിവസം എവിടെ നിന്നാലും രക്ഷല്ല എന്നുള്ള നിലക്ക് മൂപ്പര് നാട് വിടാൻ വേണ്ടിയിട്ട് പോയിട്ട് കപ്പലിൽ കയറി. കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കാറ്റ് വന്നു. കപ്പലിന്റെ ബാലൻസ് തെറ്റിയ വിധത്തില് ആകെ കുഴഞ്ഞാടാൻ വേണ്ടി തുടങ്ങി. കപ്പിത്താൻ പറഞ്ഞു, നിങ്ങളെല്ലാം പടച്ചോനോട് ദ്വാരനോളിട്ടോ. ഇക്രിമത്ത് ചോദിച്ചു, എന്ത് പടച്ചോനോട് ദ്വാരനോളി, ഓന് മാത്രമേ ഇപ്പൊ രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്നാ കൂട്ടരെ ഞാനെന്തിനാ നാട് വിടുന്നു, ഇത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്, ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇക്രിമത്ത് വിശ്വസിച്ചത്. ഇതാ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു. അപ്പോഴ് കടലിൽ നിന്ന് രക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസമെങ്കിൽ നമ്മുടെ ആളുകൾ ഇന്ന് അവിടെ നിന്നും പിന്നോട്ട് പോയിട്ടില്ലേ എന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ശരിയല്ലേ?